ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിൻ്റെ റീപോർട്ടിംഗ് ആണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ കെയറിംഗ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ ഗാർഡനിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളൂ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ന ഒരു അഡീനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ എല്ലാം, അതായത് പൂവിൻ്റെ കളറൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവരെനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്നതായിരുന്നു. ഇപ്പോൾ 1.5 മാസത്തിലധികമായി ഈ ഒരു പ്ലാന്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം അഡീനിയം പ്ലാന്റ്സ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഞാനിവിടെ ആദ്യമേ തന്നെ പോട്ടിമിക്സൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചത് എന്താണ്, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇവിടെ പോട്ടിമിക്സൊക്കെ റെഡിയാക്കിയത്. നമുക്കറിയാം നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ അഡീനിയം പ്ലാന്റ്സ്. നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്ന പല കളറിലും, അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽസും അതുപോലെ തന്നെ ഡബിൾ പെറ്റൽസും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളായിട്ടോ. പൂക്കൾ തന്നെ ഒരു 5, 6 അല്ലെങ്കിൽ ഒരു 7 ദിവസമൊക്കെ ഈ പൂക്കൾ കൊഴിയാതെ നല്ല ഫ്രഷായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നന്നായിട്ട് സൂര്യപ്രകാശം ആവശ്യമുള്ളൊരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു അഡീനിയം പ്ലാന്റ്. അഡീനിയം പ്ലാന്റിൻ്റെ ഫ്ലവർ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കോഡക്സിനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്കിങ്ങനെ കോഡക്സ് ഇങ്ങനെയുള്ളൊരു പ്ലാന്റ് ഞാൻ വേറെ ഒന്നിനും കണ്ടിട്ടില്ല. അപ്പോൾ കോഡക്സ് നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഈ അഡീനിയം പ്ലാന്റ്സും തന്നെ നമുക്കിത് വിത്ത് പാകിയും അതുപോലെ തന്നെ നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് ഗ്രാഫ്റ്റ് ചെയ്തിട്ടോ ഈ ഒരു സിംഗിൾ പെറ്റൽസ് ഉള്ള ഒരു അഡീനിയം അല്ലെങ്കിൽ നാടൻ അഡീനിയം പ്ലാന്റ്സിൻ്റെ മുകളിൽ നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള അഡീനിയം പ്ലാന്റ്സ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടോ നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ അഡീനിയം പ്ലാന്റ്സിൻ്റെ റിപ്പോർട്ടിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു കോഡക്സ് ഒക്കെ കുറച്ചൊന്ന് വലുതായി വന്നിട്ടുണ്ട്, കാണുന്നില്ല, കുറച്ച് ഒന്ന് വലുതായി വന്നിട്ടുണ്ട് കോഡക്സ്. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചത് കൂടുതൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് മണലാണ് കേട്ടോ. ഒരു പൂഴി പോലത്തുള്ള മണലാണ്, ഒരു ആറ്റുമണൽ എന്നൊക്കെ പറയുന്ന മണലാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഇത് ചാണകപ്പൊടിയാണ്. ഇത് കുറച്ച് ഞാൻ എല്ലുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എൻ്റെ പറമ്പിലുള്ള മണ്ണ്, അതായത് ഗാർഡൻസ് സോയിൽ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പോട്ടി മിക്സ് എടുത്ത് വെച്ചിട്ടുള്ളൂ. കാരണം നമുക്കറിയാം ഇതൊരു കുഞ്ഞ് എന്താ പറയുന്നത്, ഒരു ചെറിയ പ്ലാന്റാണ്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള പോട്ടാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഇതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് പോട്ടിൽ നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടോയെന്നാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഡ്രെയിനേജ് ഹോൾസ് ഈ ഒരു അഡീനിയം പ്ലാന്റിന് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് എക്സ്ട്രാ ഡ്രെയിനേജ് ഹോൾസും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് ഇത്രത്തോളം ഒരു പോട്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം ഇനിയിപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ കൂടുതൽ വലുതായി വരുമ്പോൾ നമുക്ക് വലിയൊരു പോട്ടിലേക്ക് മാറ്റിയാൽ മതി. വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 വർഷമൊക്കെ ആകുമ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ റീപോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കറിയാം നല്ലൊരു ഭംഗിയുള്ള നമ്മുടെ ഗാർഡനിൽ മനോഹരമാക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്ലാന്റിനെ ഞാനിപ്പോൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിൽ ഞാനൊന്ന് ഈ ഒരു കവറിന്ന്, ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഈ കവറിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കാൻ പോവുക കേട്ടോ. ഞാനിങ്ങനെ ഈ കവറൊന്ന് നെക്കി കൊടുത്തിട്ടാണ്, ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഞാനിതൊന്ന് ഊരിയെടുക്കുന്നത്. ചെറുതായിട്ടൊരു നനവുള്ളത് കൊണ്ട് വേഗം ഇത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതിലിങ്ങനെ വേരൊക്കെ നല്ല വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കോഡക്സിനും നല്ലൊരു വലിപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് ഈ വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇങ്ങനെ നല്ല രീതിക്ക് നമുക്കൊന്ന് ഈ ഒരു വേരും ഈ കോഡക്സൊക്കെ നല്ല രീതിയിൽ നമുക്കൊന്ന് കഴുകിയെടുത്ത്, അപ്പോൾ ഞാനിതാ ഇങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വേരൊക്കെ വന്നിട്ടുള്ള ഇതിൻ്റെ കോഡക്സിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് ഈ ഒരു പോർഷനിൽ നമുക്ക് വേര് വരാണെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ താഴത്താണ് വേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഇനി വേണ്ട. അപ്പോൾ നമ്മൾ കഴുകിയില്ലേ, അപ്പോൾ അതിന് ശേഷം ഇതിനെന്തെങ്കിലും ഒരു ഫംഗിസൈഡ് ഉണ്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഫംഗിസൈഡിന് ഇതിലേക്ക് ഇത് സാഫാണ് കേട്ടോ. ഈ സാഫ് ഞാനൊന്ന് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട്
അപ്പോൾ ഈ സാഫിൻ്റെ വെള്ളത്തിൽ ഞാനിതൊന്ന് ഒരു കുറച്ച് നേരം ഇങ്ങനെ മുക്കി വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം നമുക്കൊരു 2-3 മിനിറ്റോളം ഇതിങ്ങനെ മുക്കി വെക്കുന്നത് എത്രയോ നല്ലതാണ്. നിങ്ങൾ നഴ്സറിയിൽ നിന്നൊക്കെ പിന്നെ ഈ ഒരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്ലാന്റ് എന്തായാലും ഈ ചെടി നശിച്ചു പോകില്ല. അപ്പോൾ കുറച്ച് നേരം നമുക്കത് ആ ഒരു സാഫിൻ്റെ വെള്ളത്തിൽ അവിടെ വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഓട്ടും കഷ്ണമാണ്. ഈ ഓട്ടും കഷ്ണം നമുക്ക് ഈ ഡ്രെയിനേജ് ഓൾസ് ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓട്ടും കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓട്ടും കഷ്ണം ഇട്ടതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചുള്ള പോട്ടി മിക്സ്, നേരത്തെ പറഞ്ഞില്ല, ഈ പോട്ടി മിക്സ് കൂടുതലായിട്ട് ഞാൻ മണലാണ് എടുത്ത് വെച്ചുള്ളത്. അതുപോലെ തന്നെ ചാണകപ്പൊടി, അതുപോലെ തന്നെ ഇത് എല്ലുപൊടിയാണ് കേട്ടോ. എല്ലുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഗാർഡൻസ് സോയിലും കൂടി ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സാഫ് അപ്ലൈ ചെയ്യാം. വരാനൊരു പ്രയാസം സാഫ്, എനിക്ക് തോന്നുന്നു അവിടെ ഒരു നനവ് തട്ടിയും തോന്നും. ഇത്രത്തോളം സാഫ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഇതിൽ ചാണകപ്പൊടി ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി ഇട്ടിട്ടുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് എൻ്റെ കൈവശം ഇല്ലാത്തത് കൊണ്ടാണ്. വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു പോട്ടി മിക്സിൽ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചട്ടിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പിന്നെ അഡീനിയം പ്ലാന്റ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ കോഡക്സ് മുകൾ വശത്ത് വരുന്ന രീതിയിലാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, പിന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇത്രത്തോളം മണ്ണിട്ടാൽ മതി കേട്ടോ. ഇത്രത്തോളം മണ്ണിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഞാനിപ്പോൾ ഇവിടെ സാഫ് വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇതിലിങ്ങനെ മേലെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ. ഇങ്ങനെ മേലെ വരുന്ന രീതിയിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു കോഡക്സ് ഒരിക്കലും നമ്മൾ മണ്ണിൻ്റെ ഉള്ളിലാക്കാൻ പാടില്ല കേട്ടോ. ആ രീതിയിലാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ഇതിലേക്കാക്കി കൊടുത്താൽ മതി. നമുക്കറിയാം ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണോ, ഒരു 2 ആഴ്ച നമ്മളിത് ഈ ഒരു പ്ലാന്റിൽ നമ്മൾ തണലത്ത് വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട്, നമുക്കറിയാം അഡീനിയം പ്ലാന്റ്സിൻ്റെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവിടെ കുറവാണ് ഈ ഒരു പ്ലാന്റ് ഉള്ളത്. പിന്നെ ഇത്രത്തോളം നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രത്തോളം ഞാനിപ്പോൾ ഇതിൽ ഈ പോട്ടിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോഡക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊരു കേടായിട്ടുള്ളൊരു ലീഫ് കാണുന്നുണ്ട്, ഇല കാണുന്നുണ്ട്. ആ കേടായിട്ടുള്ള ലീഫ് നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? അതിലെന്തോ പറ്റിയിട്ട് അത് കേടായിട്ടുള്ളതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കോഡക്സ് കാണാൻ പറ്റുന്നില്ലേ? ഈ കോഡക്സ് ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഇതിലിപ്പോൾ ഇട്ടിട്ടുള്ള പോട്ടി മിക്സ് ഞാൻ ഒന്നും കൂടി പറയാം. മണൽ എന്തായാലും മസ്റ്റാണ്. വെള്ളം വാർന്ന് പോകുന്ന ഇത് കണ്ടില്ലേ? അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഇങ്ങനെയുള്ളൊരു പോട്ടി മിക്സിലാണ് നമ്മളിത് നട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കൂടുതൽ മണൽ എടുത്തിട്ടുണ്ട്, കുറച്ച് എല്ലുപൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഗാർഡൻസ് സോയിൽ എടുത്തിട്ടാണ് ഞാൻ ഇതിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ കോഡക്സ് കാണുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അഥവാ ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കോഡക്സിൻ്റെ മുകളിൽ വേര് വരികയാണെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് ആയിട്ടുള്ള സാഫ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു അഡീനിയം പ്ലാന്റ്സിൽ ഞാനിവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വലുതായതിന് ശേഷം ഫ്ലവറൊക്കെ വന്നിട്ടേക്ക് ഞാൻ വീണ്ടും വീഡിയോ എടുക്കുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മളിവിടെ കലക്കി വെച്ച സാഫിൻ്റെ വെള്ളമില്ലേ, ആ വെള്ളം തന്നെ നമുക്ക് വെള്ളത്തിന് പകരം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. അതിൻ്റെ താഴ്ഭാഗം വരുന്ന രീതിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതിലിങ്ങനെ വെള്ളം ഒഴിക്കുകയാണ്.
അപ്പോൾ ഞാനിതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ വെള്ളം അതിലേക്ക് വാർന്ന് പോകും കേട്ടോ. വെള്ളം നന്നായിട്ട് അടിയിലേക്ക് ഇങ്ങനെ വാർന്ന് പോകും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ തണലുള്ള ഏരിയയിലേക്ക് നമ്മളിത് ഒന്ന് വെച്ച് കൊടുക്കണം. ഇപ്പോൾ കോഡക്സ് ഇളകിയൊന്നും പോകില്ല കേട്ടോ. നമ്മൾ വിചാരിക്കേണ്ട കോഡക്സ് ഇളകിപ്പോകുമെന്ന് വിചാരിക്കേണ്ട. കോഡക്സ് അങ്ങനെ തന്നെ നിൽക്കും. ഈ കോഡക്സ് നല്ല വലുപ്പം വെച്ചാലേ ഈ ഒരു ചെടി കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കണ്ടില്ലേ, വെള്ളമൊക്കെ താഴ്ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ അടിഭാഗം വരെ വെള്ളം എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം വെള്ളമൊക്കെ നന്നായിട്ട് താഴോട്ട് വന്നിട്ടില്ല. ഡ്രൈനേജ് ഹോൾസ് കൂടി നമുക്ക് ശരിക്കും വെള്ളം വരേണ്ടതാണ്. അപ്പോൾ ഇത് വാർന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 ആഴ്ചത്തോളം നമ്മൾ തണലിൽ വെച്ച് കൊടുത്താൽ മതി. തണലിൽ വെച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് 2 ആഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ ഇതിലേക്ക് സെറ്റാവും. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ അഡീനിയം പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. ഡയറക്റ്റ് സൺലൈറ്റാണ് ഈ അഡീനിയം പ്ലാന്റ്സിന് അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എങ്കിലേ നമുക്ക് ഇത് ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ നന്നായിട്ട് എന്ത് ചെയ്യണോ, പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഏരിയയിലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അടുത്ത എൻ്റെ വീഡിയോയിൽ ഇതിൽ ഫ്ലവറിങ്ങും അതുപോലെ തന്നെ വേറെയും അഡീനിയം പ്ലാന്റ്സ് വെച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക. അതിൻ്റെ കെയറിങ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫ്ലവർ കൂടുതൽ ഉണ്ടാകുന്ന വീഡിയോ ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ അഡീനിയം പ്ലാന്റ്സിൻ്റെ റിപ്പോർട്ടിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗാർഡനിങ് ആർക്കും ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.